പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചോദിക്കും, ചില ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതുമ്പോ ചില കളവന്മാര് വിചാരിക്കും ഇങ്ങാർക്ക് ഇത് മാത്രമേ അറിയത്തുണ്ടെന്ന്, പാപ്പായ്ക്ക് ഹദീസ് അറിയാത്തോണ്ടാ. ചില ഉസ്താദന്മാര് നമസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതുമ്പോ പാപ്പമാര് വിചാരിക്കും ഇയാൾക്ക് വലിയ സൂറത്തൊന്നും ഓതാൻ അറിയില്ല എന്ന്. കാരണം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്താദന്മാരോട് പറഞ്ഞത്, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എളുപ്പമായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ ഉസ്താദ്. അപ്പൊ ഉസ്താദ്മാർ ചോദിക്കാന്നല്ല, ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം എന്ത്? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവര് നിൽക്കുന്നുണ്ട്, രോഗികൾ നിൽക്കുന്നുണ്ട്, കുട്ടികൾ നിൽക്കുന്നുണ്ട്. പല അത്യാവശ്യത്തിന് പോകുന്നവൻ ഒരു പള്ളി കണ്ടു, ഒന്ന് നിസ്കരിച്ചാന്ന് പറഞ്ഞ് പുറകെ കയറി നിൽക്കുമ്പോ ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കുക. അപ്പൊ പുറകിൽ നിന്ന് പ്രാവും. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നാൽ റമളാൻ മാസത്തിലൊക്കെ ഖത്തം തീർക്കുന്ന പള്ളികളുമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി വിഷം കടർത്തിയ കടാരയും കൊണ്ടുവന്നിട്ട് ഒരൊറ്റ കുത്ത് ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക്, തന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കി. എന്നിട്ട് അതിങ്ങോട്ട് ഊരിയെടുത്തു. ഇറങ്ങി പോകുന്ന വഴിയിൽ ഒന്നാമത്തെ സഫിൽ നിന്ന 7 എണ്ണത്തിനെ കുത്തിയങ്ങ് മലർത്തി. ഇറങ്ങി പോകുന്ന വഴിയിൽ ചരിത്രം പറയുന്ന 7 പേരെ കുത്തി മലർത്തി. എല്ലാരും രക്തത്തിൽ കുളിച്ച് താഴെ വീണിരിക്കുക. എന്നാൽ ആ പള്ളിക്കകത്ത് നിന്ന ഒരു സഹാബിയും കെട്ടിയ കൈ പോലും അഴിച്ചില്ല. ആ പള്ളിക്കകത്ത് നിന്ന് ആ സാധാരണ ഇമാമിനെയല്ല കുത്തിയത്, ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങളെ കുത്തിയിട്ടു. തന്റെ അടുത്ത് നിന്ന 7ഓളം സ്വഹാബികളെ കുത്തിയിട്ടു. എന്നിട്ടും ഒരൊറ്റ സഹാബി പോലും കൈയടിച്ചില്ല. കാരണം എന്ത്? കൈ കെട്ടിയിട്ട് അവര് പറഞ്ഞു എന്തെന്നറിയോ? ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതൊരു കരാറ. അതിന്റെ അർത്ഥമായി എനിക്ക് നിങ്ങൾക്ക് അറിയാതെ പോയത്. അതിന്റെ അർത്ഥമാണ് നമുക്ക് ഒന്നിന്റെ അർത്ഥം അറിയത്തില്ല. കല്യാണം കഴിക്കുന്നവൻ അതൊക്കെ ഒരു വലിയ ചടങ്ങ്. എന്റെ പൊന്നാര ചങ്ങായിമാരെ, കല്യാണം നടത്തുമ്പോഴാണ് എനിക്ക് ചിരി വരാറ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നടത്താറില്ല. ചില ചങ്ങാതിമാരുടെ കൈ നിക്കാഹ് നടത്തുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും, ഓം വായും തുറന്നിട്ടിരിക്കുക, ഈ പുഴുങ്ങിയ മുട്ട വായിലിട്ടിട്ട്. അറിയത്തില്ല പറയാൻ. പലർക്കും, എന്റെ ചങ്ങായിമാരോട് ഞാൻ പറയണം, എന്റെ പൊന്നാര മക്കളെ ഉസ്താദിനെ ചിരിപ്പിക്കരുത്, അള്ളാനെ ഓർത്തിട്ട്. കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോടും പെണ്ണിന്റെ വാപ്പ, അത് പിന്നെ പറയേണ്ട ഒരു സാധുവാ. പടച്ചോനെ ഏറ്റവും വലിയ കോമഡി തോന്നുന്ന അവിടെ അള്ളാന്റെ അർശുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആ നിക്കാഹ്. ആ നിക്കാഹ് നടക്കുമ്പോ ഉസ്താദന്മാര് ചിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാരും ഒന്നുമില്ല കേട്ടോപ്പ, നമ്മളെ ചെറുപ്പക്കാരൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കോമഡിയാന്നേ. നിക്കാഹിനിരിക്കുമ്പോ ചോദിക്കും മഹർ എത്ര? കല്യാണ പയ്യനോട്, വാപ്പാനോട് ചോദിക്കും എത്ര വാപ്പാന്ന്. വാപ്പ കെട്ടിയതാ പണ്ട് മഹർ കൊടുത്തിട്ട്. എടാ പിന്നെ നീ എന്തിനാണ് നടക്കണേ? സ്വന്തം വാപ്പാനോട് ചോദിക്കും മഹർ എത്രയാണ്. അട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന, കല്യാണത്തിന്റെ തലേന്ന് നീ ആ സീറയൊന്ന് പഠിക്കണം. ഒന്നുമില്ലല്ലോ. പെണ്ണിന്റെ വാപ്പ പറയണം. പയ്യൻ പറയുന്ന എന്താ? ഇതെങ്കിലും പഠിച്ചു വെക്ക്. ഇതെങ്ങനെ അങ്ങോട്ട് പോയിരുന്നിട്ട് ഉസ്താദ് എന്തൊക്കെ പാടുപെട്ടിട്ടാ ഇതൊന്ന് പഠിപ്പിക്കണം എന്നറിയോ? 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പഠിപ്പിക്കണ പോലെ വാപ്പാനെ പഠിപ്പിക്കണം. എന്റെ ഇതുപോലും പറയാനറിയില്ലല്ലോ. എന്താണ് ഇതിന്റെയൊക്കെ ദുആ? മോനെ വജ്ജഹത്ത് ഓതുന്നു. എന്താണ് വജ്ജഹത്തിന്റെ അർത്ഥം? അതൊരു വലിയ കരാറ നിന്നെ പടച്ച അള്ളാനോട് ചെയ്യണത്. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ കുത്തുകൊണ്ട് താഴെ വീണപ്പോഴും നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതെങ്ങാണം പള്ളി പറഞ്ഞ നമ്മളൊക്കെ പള്ളിപ്പറമ്പിലെ കാണത്തുള്ളൂ, ഓടി രക്ഷപ്പെടും. നമ്മുടെ പള്ളിക്കകത്തെങ്ങാണ് ഇങ്ങനെ നടന്നാ പിന്നെ ഒരു ഇൻസാനെയും കാണത്തില്ല. ആരും കുത്താൻ വരണ്ട, ഒരു പാമ്പ് വരുന്നെന്ന് പറഞ്ഞു നോക്കിയാൽ മതി, പിന്നെ കാണൂല. എന്നാൽ ഉമർ തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ പുറകിൽ നിന്ന് സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നേരെ കേറി ഇമാമിന്റെ ചോട്ടിപ്പോയി നിന്നു. ഉമർ തങ്ങൾ നിന്ന് അതേ സ്ഥലത്ത് പോയി നിന്നു. എന്നിട്ട് വാക്കി നിസ്കരിക്കുക. ആ സഹാബിയുടെ കാലിന്റെ ചുവട്ടിൽ ആ ഉമർ തങ്ങളെ രക്തത്തിൽ കിടന്നു പിടഞ്ഞത് ഒന്ന് ആലോചിക്ക്. അതാ ഈമാൻ. പക്ഷെ ഉമർ തങ്ങൾ ദുആ ചെയ്തു, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് എനിക്ക് മക്കത്ത് കടന്ന് മദീനത്ത് കടന്ന് ഷഹീദാകണം അല്ലാഹ്.
എനിക്ക് മദീനത്ത് കിടന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ കിടന്ന് എനിക്ക് ഷഹീദാകണം. ദുആയായിരുന്നു. ചരിത്രം പറയുന്നു സ്വഹാബികൾ മുഖത്ത് കൈവച്ചു നിന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അവിടുത്തെ ഖബറിടം അള്ളാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. വല്ലാത്ത പേടിയായിരുന്നു ഉമർ തങ്ങൾക്ക്, അള്ളാനെ വല്ലാത്ത പേടി. ഭരണാധികാരിയായിരുന്നപ്പോ രാത്രി ഇറങ്ങിപ്പോകും തന്റെ അനുയായികളെ കുറിച്ച് അന്വേഷിക്കാൻ.